ഏത് രോഗവും അത് ക്യാൻസർ മാത്രമല്ല എനി ടൈപ്പ് ഓഫ് ഡിസീസസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റണമെങ്കിൽ ഡോക്ടർ മാത്രം വിചാരിച്ചാൽ പോരാ, ആ രോഗത്തെ അതിജീവിക്കാനുള്ള മാനസികമായിട്ടുള്ള കരുത്തും വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തിയും കൂടി രോഗിക്ക് ഉണ്ടായിരിക്കണം. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ക്യാൻസർ ബാധിച്ച വ്യക്തികൾക്കിടയിൽ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അവർക്ക് ഈ രോഗത്തെ അതിജീവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ക്യാൻസർ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ രോഗി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കണം, ആ രോഗിയെ പരിചരിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നല്ലൊരു വിൽ പവർ ഉണ്ടാക്കിയെടുത്തിട്ട് എങ്ങനെ എളുപ്പത്തിൽ രോഗത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചാണ്. ക്യാൻസർ ഉണ്ടെന്ന് ഒരു വ്യക്തിക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ചിലപ്പോൾ കീമോതെറാപ്പികൾ ചെയ്യുന്നു, റേഡിയേഷൻ ചെയ്യുന്നു, ടാബ്ലറ്റുകൾ കൊടുക്കുന്നു. ഏത് അവയവത്താണ് രോഗം ബാധിച്ചത് അതനുസരിച്ച് ചിലപ്പോൾ ഓപ്പറേഷനുകൾ വരെ നടത്തുന്നു. അങ്ങനെ ഓപ്പറേഷനും തെറാപ്പികളൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിരാശ കൂടുതലായിരിക്കും. എനിക്ക് ഈ രോഗം ബാധിച്ചു, ഇനി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്ക് ഒരു ബാധ്യതയായിത്തീരുന്നു, ഞാൻ കാരണം എൻ്റെ വീട് കടം കയറുന്നു, ഞാൻ കാരണം എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്നെ ആലോചിച്ച് എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എല്ലാം നിരാശപ്പെടുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഇത് മാരക രോഗമാണ്, ഇനി ഇതിൽ നിന്ന് എനിക്കൊരു മുന്നേറ്റം ഉണ്ടാവില്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രോഗി മാനസികമായിട്ട് തളരും. അങ്ങനെ വിഷാദം വളരെയധികം അവരുടെ മനസ്സിനെ പിടികൂടുന്നതിൻ്റെ ഫലമായിട്ട് രോഗം മൂർച്ഛിക്കുകയും ലൈഫിനെ തന്നെ അത് ഭീഷണിയായി തീരുകയും ചെയ്യും. രണ്ടാമത് കാണുന്നൊരു പ്രശ്നമാണ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവയവങ്ങളൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരാം. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ എല്ലാം ഇനി എൻ്റെ ശരീരം ഇങ്ങനെയാണല്ലോ, ഇതൊരു വൃത്തികേടാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ പാർട്ട്ണർക്ക് സാധിക്കില്ല, അവർക്കൊരിക്കലും നല്ലൊരു സംതൃപ്തി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, ഇങ്ങനെ തോന്നലുകൾ വരുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണവും അവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൂടും. മൂന്നാമത് കാണുന്നൊരു പ്രശ്നമാണ് ഉറക്കക്കുറവ്. സ്വാഭാവികമായിട്ട് കീമോതെറാപ്പിക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ ചുട്ടുപൊള്ളലൊക്കെ എല്ലാം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ്, വായിൽ തൊലി പോകുന്നു, ചിലപ്പോൾ കിടക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട്, അങ്ങനെ ആകെ മൊത്തം ഒരു അസ്വസ്ഥത വരുമ്പോൾ ഉറക്കക്കുറവ് വരും. ഉറക്കക്കുറവ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അങ്ങനെ മനസ്സിനെ ബാധിക്കുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം കുറയുകയും നമ്മുടെ വിൽ പവർ കുറഞ്ഞു വരികയും ചെയ്യും. നാലാമത് കാണുന്ന പ്രശ്നമാണ് പെയിൻ അല്ലെങ്കിൽ വേദനകൾ. വേദനകൾ തീർച്ചയായിട്ടും ആ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് ഉണ്ടായിരിക്കും. പക്ഷേ മനസ്സിൻ്റെ ഉറപ്പ് കുറയുന്നതനുസരിച്ച് ചെറിയ വേദന പോലും വളരെ വലിയ വേദനകളായിട്ട് തോന്നുകയും സഹിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ലോകത്ത് നിന്ന് പോയാൽ മതി എന്നുള്ളൊരു തോന്നൽ വരുന്നതിൻ്റെ ഫലമായിട്ട് അവർ ഗുളിക കഴിക്കാൻ താല്പര്യക്കുറവുണ്ടാക്കുമ്പോൾ ഈ രോഗം വീണ്ടും മൂർച്ഛിക്കുന്നു. ദെൻ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഭയം. എനിക്ക് ഈ രോഗം വന്നു, പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് ക്യാൻസർ എനിക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരും, ഇതിന് റിക്കറൻസ് ഉണ്ട്, സോ ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും വീണ്ടും എനിക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് ആലോചിച്ചുള്ളൊരു ഫിയർ ഓഫ് റിക്കറൻസ് ഉണ്ടാവും. അങ്ങനെ റിക്കറൻസ് വരുമ്പോഴും പിന്നെ ഞാൻ എന്തിനാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തത്, ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കും, ഇത് വീണ്ടും വരുമെന്നാണ് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേജ് 4 ആണ്, സോ ഒരു രക്ഷയില്ല, പിന്നെ അപ്പോൾ എന്തിനാണ് ഞാൻ ഇത്രയും പണം ചെലവഴിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്ത വരുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് സഹകരിക്കാതെ ഇരിക്കും. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് സഹകരിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് മാറാൻ പറ്റുന്ന ഇത്തരം അസുഖങ്ങൾ വരെ മൂർച്ഛിക്കുന്നത്. ദെൻ അടുത്തൊരു പ്രശ്നമാണ് ഈ രോഗത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയായി, എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു, അവർക്ക് സന്തോഷം കിട്ടുന്നില്ല, അവർക്ക് സങ്കടം മാത്രമാണ് കൊടുക്കുന്നത്, ഇങ്ങനെ തോന്നലിൻ്റെ ഫലമായിട്ട് ഈ രോഗത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഈ രോഗിക്ക് കഴിയാതെ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗം മൂർച്ഛിക്കുന്നത്. സോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒരു രോഗിക്ക് ഉണ്ടാകുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മാനസികമായിട്ട് നമ്മൾ വളരെയധികം ഡൗൺ ആകുകയും എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് പോയാൽ മതി എന്ന തോന്നൽ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് സർവൈവൽ റേറ്റ് കുറയ്ക്കുകയും അവസാനം മരണത്തിലേക്ക് വരെ കീഴടങ്ങുന്നത്.
രോഗം ബാധിച്ച വ്യക്തികൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ രോഗിയെ പരിചരിക്കുന്ന വ്യക്തികളും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇതിനെ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ തന്നെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് ഈ ഒരു രോഗത്തെ അംഗീകരിക്കുക. സോ നമ്മൾ സൈക്കോതെറാപ്പീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. അതായത് ഏതൊരു രോഗവും മാറണമെങ്കിൽ ആദ്യം ഞാനൊരു രോഗിയാണ്, ഈ രോഗം എനിക്കുണ്ട്, അതങ്ങോട്ട് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ രോഗം മാറേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, കാരണം ഇത് എന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഞാൻ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിട്ട് ഈ രോഗത്തെ അതിജീവിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് മാക്സിമം കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഈ കീമോതെറാപ്പികളായിക്കോട്ടെ, റേഡിയേഷനുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റുകളായിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സുകളും അതുപോലെ തന്നെ ഫിസിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് കീമോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ചിലപ്പോൾ ചുട്ടുപൊള്ളലുകൾ ഉണ്ടാകുന്നു, വെയിറ്റ് കുറയുന്നു, HB ലെവൽ കുറയുന്നു, മറ്റു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകുന്നു, വായിൽ തൊലി പോകുന്നു, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ സിംറ്റംസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ടെക്നിക്കുകളും ട്രീറ്റ്മെൻറ്റ്സുകളും ടാബ്ലറ്റുകളും ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ കഴിക്കുക. അതോടൊപ്പം തന്നെ ഇനി വായിലാണ് തൊലി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും. ഇപ്പോൾ റേഡിയേഷൻ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ കറുത്ത നിറങ്ങളൊക്കെ എല്ലാം വരും ആ ഭാഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഫലമായിട്ട്. പക്ഷേ ഇതൊക്കെ ടെമ്പററി ആണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ എനിക്ക് വളരെ എളുപ്പത്തിൽ അതിജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ആഹാരം കഴിക്കുകയും കൃത്യമായ രീതിയിൽ ഞാൻ മരുന്ന് കഴിക്കുകയും ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനെ എളുപ്പത്തിൽ നേരിടും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള തീരുമാനങ്ങളാണ് ഏറ്റവും ആദ്യം ഒരു രോഗി എടുക്കേണ്ടത്. അടുത്തതായിട്ട് രോഗം ബാധിച്ച വ്യക്തികൾ ചെയ്യേണ്ട ഒരു കാര്യം, അവനവന് ഏത് തരത്തിലുള്ള രോഗമാണുള്ളത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസ്വസ്ഥതകളാണ് ശരീരത്തിനെയും മനസ്സിനെയും ഉണ്ടാക്കുന്നത്, എങ്ങനെ അതിജീവിക്കാം, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാം. സോ എൻ്റെ രോഗം എന്താണെന്ന് നന്നായിട്ട് പഠിച്ച് അത് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും വരുന്ന അസ്വസ്ഥതകൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കുകയും അതിനെ അതിജീവിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. സോ ഏതൊരു അസുഖത്തെയും കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് ആ രോഗം എളുപ്പത്തിൽ ഭേദമാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യുക. അതോടൊപ്പം തന്നെ ശാരീരിക അസ്വസ്ഥതകൾ കുറഞ്ഞ സമയത്ത് പലതരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് ഫിസിക്കൽ എക്സസൈസ് ആകാം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എക്സസൈസ് ആകാം. ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ ഫിസിക്കൽ എക്സസൈസ്, അതിൽ ചെയ്യാൻ പറ്റുന്നത് എയറോബിക്സ് ആകാം, മ്യൂസിക് എക്സസൈസുകളാകാം, അല്ലെങ്കിൽ ഹെഡ് ടു ഫീറ്റ് എക്സസൈസുകളാകാം, അല്ലെങ്കിൽ സൈക്ലിംഗ്, ജോഗിങ്, നടത്തം, അങ്ങനെ ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് സ്ട്രെസ് ഹോർമോണുകൾ വേർപ്പിലൂടെയൊക്കെ എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു സമ്മർദ്ദങ്ങളും ഉണ്ടാകില്ല. ഒപ്പം മനസ്സിന് നല്ലൊരു ഉന്മേഷം കിട്ടും. ഇനി അഥവാ നമുക്ക് ഈ പറയുന്ന എക്സസൈസുകളെല്ലാം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മാനസികമായിട്ടുള്ള എക്സസൈസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബ്രീത്തിങ് എക്സസൈസുകളും മെഡിറ്റേഷൻസുമാണ്. അതോടൊപ്പം തന്നെ റിലാക്സേഷൻ എക്സസൈസുകളും ഉണ്ട്. ബ്രീത്തിങ് എക്സസൈസുകൾ എന്താണ്, റിലാക്സേഷൻ എക്സസൈസുകൾ എന്താണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എക്സസൈസ് ഒക്കെ എന്താണ്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ 3 എക്സസൈസുകളെ കുറിച്ചുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സസൈസുകൾ ദിവസവും കൃത്യമായിട്ടും രാവിലെയോ വൈകിട്ടോ ആ പറയുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നല്ലൊരു മാനസിക ആരോഗ്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഡെയിലി റൂട്ടീൻസ്, ഞാൻ രോഗിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ബെഡിൽ തന്നെ ഇരിക്കാതെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ
ജോലികളാണെങ്കിൽ പോലും മാക്സിമം എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കും. കാരണം എന്താ, ഞാൻ പഴയ പോലെ ഒന്നുമല്ല, മാറി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് നാളും കൂടി ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് മുൻപ് ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആകാനായിട്ട് സാധിക്കും എന്നൊരു തോന്നൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരാ, നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഡെയിലി റുട്ടീൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ എനിക്കൊരിക്കലും നിരാശ വരരുത്. നിരാശ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അതെൻ്റെ മനസ്സിനെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും, പേടി കൂടും. എന്നുള്ളത് കൊണ്ട് നിരാശയെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം സന്തോഷം, അല്ലെ? സങ്കടത്തിന്റെ ഓപ്പോസിറ്റാണ് സന്തോഷം. സോ സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചില ഫുഡ്സുകളുണ്ട്. അതായത് കാഷ്യൂ നട്ടുകൾ, കപ്പലണ്ടികൾ, അണ്ടിപ്പരിപ്പ്, അല്ലെങ്കിൽ ഈത്തപ്പഴം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും കഴിക്കുക. അല്ലെങ്കിൽ മാതള നാരങ്ങ കഴിക്കാം, പുഴുങ്ങിയ പഴം, എസ്പെഷ്യലി നേന്ത്രപ്പഴമൊക്കെ എല്ലാം കഴിക്കുക. ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ HB ലെവൽ കൂടുന്നതിനൊപ്പം തന്നെ നമുക്ക് സന്തോഷം വളരെയധികം വർദ്ധിക്കും. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക, കുട്ടികളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക. ഏതൊരു വ്യക്തിയും നിങ്ങളെ കാണാനായിട്ട് വരുമ്പോൾ പ്ലസൻ്റ് ആയിട്ട് അവരെ നേരിടാനായിട്ട് ശ്രമിക്കുക. ഒരു രോഗിയെ കാണാനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ആളുകളുടെ മുഖഭാവം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ വളരെ പ്ലസൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അത് അവരിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നൊരു വ്യക്തിയിൽ നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർ വളരെ പ്ലസൻ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അത് അവർക്കും നല്ലൊരു കോൺഫിഡൻസ് ആണ്. കാരണം ഈ രോഗം അത്ര മാറുകയൊന്നുമല്ല, ഏതൊരാൾക്ക് വേണമെങ്കിലും വന്നാലും വളരെ എളുപ്പത്തിൽ അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നൊരു മെസ്സേജും കൂടിയാണ് ഇതിലൂടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ വരുന്ന ആളുകളും ദുഃഖത്തോടു കൂടിയിരിക്കുമ്പോൾ ആകെ ഒരു ശ്മശാന മൂകതയായിരിക്കും നിങ്ങളുടെ റൂമിലുണ്ടാകുക. സോ വളരെ പ്ലസൻ്റ് ആയിട്ട് എത്ര വേദനകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ എല്ലാം ശ്രമിക്കുമ്പോൾ വേദനകളൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ, അതായത് വേദനകളെ അതിജീവിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും മാക്സിമം സോഷ്യൽ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവിടെ നേരിട്ട് എത്താനായിട്ട് പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ എല്ലാം നിങ്ങൾ, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചാറ്റിംഗ് വഴി വീഡിയോ കോളൊക്കെ എല്ലാം വിളിച്ച് അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മുടിയൊക്കെ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിനേക്കാളും മികച്ച മുടിയോ ചിലപ്പോൾ അത്രത്തോളം വന്നില്ല എന്ന് വരാം. പക്ഷേ നമ്മൾ വളരെ പ്രസൻ്റായിട്ട് അവരെ ഫേസ് ചെയ്യുകയും അവരോട് നന്നായിട്ട് ഇൻ്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് സന്തോഷമാണ് തരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മളൊരാളോട് സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ സന്തോഷം ഇരട്ടിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും, നിങ്ങളുടെ ഡിപ്രഷൻ ലെവൽ കുറയും, നിങ്ങളുടെ ഡിസ്ട്രെസ് ലെവൽ കുറയുമ്പോഴോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൂടി വരുമ്പോൾ നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഇച്ഛാശക്തിയും വർദ്ധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് രോഗത്തെ വളരെ എളുപ്പത്തിൽ അതിജീവിക്കുകയും വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ എല്ലാം നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൃത്യമായിട്ട് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ ഏതൊരു രോഗവും മാറുന്നത് ട്രീറ്റിംഗ് ഡോക്ടേഴ്സിൻ്റെ മാത്രം കഴിവല്ല, ആ രോഗത്തെ അതിജീവിക്കാനുള്ള ഇച്ഛാശക്തിയും മാനസികമായിട്ടുള്ള കരുത്തും നേടിയെടുക്കുമ്പോഴാണ്. സോ ആ കരുത്ത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ടെക്നിക്കുകളൊക്കെ എല്ലാം ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ റിലാക്സേഷനും മെഡിറ്റേഷനും അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എല്ലാം കണ്ട് കൃത്യമായിട്ടും വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് അസുഖമായിക്കൊള്ളട്ടെ നിങ്ങൾക്കതിനെ വളരെ എളുപ്പത്തിൽ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.